വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ സിവിൽ വാർ എന്നുള്ള ഐമാക്സിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമ ഇവിടുത്തെ PXL PVR കാണാൻ വേണ്ടി ഫോറം മോളിൽ വന്നേക്കനെയാണ്. അപ്പോൾ ഇതെൻ്റെ 4ാമത്തെ സിനിമ കേട്ടോ PXL. ഫസ്റ്റ് ഡേ ഗോഡ്സില വേഴ്സസ് കോങ് കണ്ടു, അതിനുശേഷം ഞാൻ ബഡേമിയ ചോട്ടമിയ കണ്ടു, മൈതാനം കണ്ടു, ഇപ്പോൾ അതെ സിവിൽ വാർ. PXL സ്ക്രീൻ 4 കേട്ടോ. അപ്പോൾ A24 സിവിൽ വാർ എന്നുള്ള സിനിമ ഞാൻ കണ്ട് വീട്ടിലെത്തി. ഈ സിനിമ ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. ഈവൻ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞില്ല, ഞാൻ ഈ സിനിമ കാണുന്നില്ല എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ടൈപ്പ് ഓഫ് മൂവി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഇരുന്നേച്ചത്. പക്ഷേ ഈ സിനിമ ഞാൻ PXL പോയി കണ്ടത് നന്നായി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇത് കാണാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എനിക്ക് PVRൻ്റെ പ്രൊജക്ഷനിസ്റ്റ് ആയിട്ടുള്ള അഖിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു, ചേട്ടാ കിടിലം പടമാണ് കണ്ടു നോക്കുമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ ലാബി, നമ്മുടെ സബ്സ്ക്രൈബർ ലാബി എനിക്ക് 2-3 വീഡിയോസ് അയച്ചിട്ടുണ്ടായിരുന്നു. പുറംരാജ്യത്തുള്ളവർ സിനിമ കണ്ടിട്ട് ഇത് ഭയങ്കര അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തെങ്കിലും ഉണ്ടാവും, അല്ലാതെ ഇങ്ങനെ പറയില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ A24 സിനിമയാണ്. A24 പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇവർ ഒരുപാട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി ഓഫ് സിനിമ കിടിലാണ്. അപ്പോൾ എന്തായാലും ക്വാളിറ്റി താഴെ പോകില്ല എന്നുള്ളൊരു മനസ്സിലൊരു സംഭവമുണ്ട്. കാരണം ഇവരുടെ തന്നെ സിനിമയായിട്ടുള്ള ഹെറിഡിറ്ററി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ടോക്ക് ടു മീ, ഓസ്ട്രേലിയയിലുള്ള യൂട്യൂബേഴ്സ് കൂടി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. കിടിലം പാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പറയാൻ പോയാൽ ഒരുപാട് സിനിമകളുണ്ട് A24 വരുന്നത് തന്നെ. എക്സ്, അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ ലിസ്റ്റ് എടുക്കാൻ പോയാൽ കണ്ടമാനമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് എന്തായാലും താഴെ പോകാൻ വഴിയില്ല, അന്നൊന്ന് പോയി കണ്ടേക്കാം. ഇപ്പോഴാണെങ്കിൽ PXL റേറ്റും കുറവാണ്, 200 രൂപ. അപ്പോൾ എന്നാലും പോയി കാണാം, PXL ഒന്നും കൂടി ഒന്ന് ആസ്വദിക്കാമല്ലോ, എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും PXL ഒഫീഷ്യലി ഈ ഒരു സാധനം ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ സിനിമ PXL ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഇതെങ്ങാനും ഫുൾ സ്ക്രീൻ ആണോ? കാരണം ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് IMAX ഫോർമാറ്റിലാണ്. ഇത് IMAX ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. IMAXൽ ഇത് റിലീസും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി കണ്ട് കളഞ്ഞേക്കാം. ചെന്ന് പോയത് നന്നായി. കാരണം ഈ സിനിമ ഇന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോറം മോൾ PVR PXL വിഷ്വൽ മൊത്തത്തിൽ കാണാൻ പറ്റി. കാരണം സ്ക്രീൻ നിറഞ്ഞിരുന്നേച്ച് എൻഡ് ടു എൻഡ് പ്രൊജക്ഷനിൽ 1.89:1 റേഷ്യോയിലാണ് ഈ സിനിമ കാണിച്ചത്. IMAX ഫോർമാറ്റിൽ. IMAXിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 1.90:1 അല്ലെങ്കിൽ 1.43:1 എന്നാണ്. അത് അവരുടെ പേറ്റൻ്റ് ആയതുകൊണ്ട് 1.89:1 എന്നുള്ള രീതിയിലാണ് പൊതുവെ പറയുന്നത് അല്ലാത്തവർ. അപ്പോൾ ഈ സിനിമയുടെ DCP കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് കിട്ടിയ DCP അത് ആയതുകൊണ്ട് തന്നെ സ്ക്രീൻ നിറഞ്ഞിരുന്നു. ഇതിന് മുന്നേ ഞാൻ PXL പോയപ്പോഴേക്കും എനിക്ക് ഡ്യൂണിൻ്റെ ട്രെയിലറാണ് ഞാൻ അങ്ങനെ സ്ക്രീൻ നിറഞ്ഞ് കണ്ടേച്ചത്. ഇന്ന് ഈ മുഴുവത്താടുള്ള സിനിമ എനിക്ക് അങ്ങനെ കാണാൻ പറ്റി. അയ്യോ, അത് സൂപ്പർ അനുഭവം തന്നെയായിരുന്നു. ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ PXL IMAXലോ കാണാം, എന്നാലേ ഈ സിനിമ ഇഷ്ടപ്പെടുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിട്ടുള്ള ഒരു സിനിമയല്ല. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഇതൊരു സ്ലോ ബേണർ, ഒരു സ്ലോ പോയ്സൺ ആണെന്ന് ഞാൻ പറയും. കാരണം ഈ സിനിമ ഈ ഒരു പ്രത്യേക മൂഡിലിരുന്ന് ഇത് കാണണം. ഇപ്പോൾ ഡ്യൂൺ 1, 2 ഒക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് മൂഡിൽ വേണം ഈ സിനിമ കാണാൻ. പക്ഷേ ഇതിനകത്ത് എൻ്റർടൈനിങ് ഫാക്ടേഴ്സ് വളരെ ചില ഇടങ്ങളിലേ വരുന്നുള്ളൂ. വരുന്ന ഇടങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ അതുവരെ എത്താൻ നിങ്ങൾക്ക് ക്ഷമ കാണിച്ചേ പറ്റുള്ളൂ. ഇതൊരു സ്ലോ പേസ്ഡ് രീതിയിൽ ഒരു വാർ ജേർണലിസ്റ്റ്, ഒരു വാർ ഫോട്ടോഗ്രാഫർ ജേർണലിസ്റ്റിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ഈ സിനിമ പോകുന്നത്. ക്രിസ്റ്റീൻ ഡൺസ്റ്റ്, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സ്പൈഡർമാനിലെ നടിയാണ്. അപ്പോൾ പുള്ളിക്കാരി വേറെ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ പുള്ളിക്കാരി എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, കാസ്റ്റ് ചെയ്തത് എന്തായിരിക്കും എനിക്ക് തോന്നിയത്, പുള്ളിക്കാരി എക്സ്പ്രഷൻസ്, മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസൊക്കെ ഇടാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആക്ട്രസ്സാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ പുള്ളിക്കാരി കുറച്ച് ഏജ്ഡ് ആയപ്പോൾ ആ ഒരു ഏജിലുള്ള ആളെ പോർട്രേ ചെയ്യാനും പറ്റണം. അതൊക്കെ വെച്ചിട്ടാണ്, എന്നാൽ ഓവർ ക്യൂട്ടായിട്ട് തോന്നാനും പാടില്ല. ആ ഒരു ഇമോഷൻസ് കൺവേ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ആക്ട്രസിനെ സെലക്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഹോളിവുഡിൽ തന്നെ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു മിഡ് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് പുള്ളിക്കാരി. അതുകൊണ്ട് തന്നെ ആവണം പുള്ളിക്കാരി കാസ്റ്റ് ചെയ്തത്. എന്തായാലും പുള്ളിക്കാരി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഇമ്പ്രസ് ചെയ്തത് ഇതിനകത്ത് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മോ, അടിപൊളി. പുള്ളിക്കാരിയുടെ പേര് ഞാൻ ഒന്ന് നോക്കട്ടെ, അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. പുള്ളിക്കാരിയുടെ പേര് ഞാൻ ഏതോ സിനിമയിൽ കണ്ടായിട്ടൊരു ഫീലിംഗ് ഒക്കെ എനിക്കുണ്ട്. ഇതിൽ
അയ്യോ കാണുന്നില്ലല്ലോ ആളെ. കാസ്റ്റ് തുറക്കുന്ന കെയ്ലി സ്പീനിയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ആളുടെ മേക്കപ്പ് ഇല്ലാത്ത, അതായത് അല്ലാത്തൊരു ലുക്കിൽ എനിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിനകത്തൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളിക്കാരിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു അടിപൊളി പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് വളരെ ചെറിയൊരു റോളിൽ നമ്മുടെ ജെസ്സി പ്ലമൻസ് ഒന്ന് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട്. എൻ്റെ മോനെ, അതും പുള്ളിനെ കാണിക്കുന്ന ആ ടൈമിലുള്ള ഒരു 10-15 മിനിറ്റ് വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുറത്തെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന ആ പച്ചപ്പും പുള്ളിക്കാരൻ്റെ റെഡ് കളർ ഗ്ലാസ്, അത് നിങ്ങൾ ചിലപ്പോൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്. ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജെസ്സി പ്ലമൻസിൻ്റെ ട്രെയിലർ കാണിക്കുന്നുണ്ട്. ആ സീൻ PXൽ കാണാൻ അന്യ ലുക്കായിരുന്നു, ഭയങ്കര ക്ലാരിറ്റി. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇവിടെ എറണാകുളത്തുള്ള മറ്റുള്ള തിയേറ്ററിൽ നിന്നും PXLൻ്റെ പ്രൊജക്ടർ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നതെന്നുള്ള. ഈ സിനിമയുടെ ആ ഒരു സീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കളർ റീപ്രൊഡക്ഷൻ, ഐ ഫെൽറ്റ് ഇറ്റ് ആസ് ദ ബെസ്റ്റ് ഇൻ കൊച്ചി. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ആ സീനിൽ അതുപോലെ ഒരുപാട് ഇതിനകത്ത് കുറേ ഗ്രാൻഡായിട്ടുള്ള വിഷ്വൽ കാണിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. PXL ഇത് നിറഞ്ഞ ആ സ്ക്രീൻ നിറഞ്ഞത് കാണാൻ, ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ കാണാനുണ്ടല്ലോ, ഒടുക്കത്തെ ലുക്കായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊക്കെ കാണണമെങ്കിൽ കുറച്ച് ക്ഷമയോടെ കണ്ടിരുന്നാലേ പറ്റുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നത്, ദിസ് ഇസ് നോട്ട് എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് ഒരു സ്റ്റൈൽ പടമല്ല ഇത്. നല്ല രീതിയിൽ ക്ഷമയോടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ലോ ബേണർ പോലത്തെ ഒരു മൂവിയാണെന്ന് ഞാൻ വീണ്ടും കോട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മസാലൈസ് ടൈപ്പ് ഓഫ് പടമേ അല്ല. ഈ സിനിമയുടെ ഡയറക്ടർ അലക്സ് ഗാർലൻഡ് എന്ന് പറഞ്ഞ ആളുടെ മുന്നത്തെ പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മാക്കിന എന്ന് പറഞ്ഞ സിനിമയും അതുപോലെ തന്നെ അതിനുശേഷം അനൈലേഷൻ എന്ന് പറഞ്ഞ പടം, എനിക്ക് ആ 2 പടങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ക്ഷമയോടെ ഇരുന്ന് കണ്ടാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പടമാണ്. എക്സ് മാക്കിന് കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ എലമെൻസ് ഉള്ളൊരു പടമായിരുന്നു. പക്ഷേ അനൈലേഷൻ കുറച്ചും കൂടി സ്ലോ ബേണിംഗ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. പക്ഷേ ഇതിന് മുന്നത്തെ 2 പടങ്ങൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളാണ്. ഇതും ഡിസ്റ്റോപ്പിയൻ വേൾഡിലാണ്, എന്നാൽ പോലും അത്ര ഫ്യൂച്ചർ രീതിയിലല്ല. പിന്നെ ഈ സിനിമയിലെ കുറേ വിഷ്വൽസ് എനിക്ക് മനോജ് നേറ്റ് ശ്യാമളൻ്റെ ഹാപ്പനിങ്ങിലെ വിഷ്വൽസ് പോലെ കുറച്ച് ഫീലിംഗ് തോന്നി. ഞാൻ ഒരുപാട് ഗെയിം കളിക്കുന്ന ഒരാളായതുകൊണ്ട് എന്താണ്, എനിക്ക് ഈ ലാസ്റ്റ് ഓഫ് അസ് ഗെയിമിൻ്റെ കുറച്ച് വിഷ്വൽ പോലെയുള്ള ഫീലിംഗ്, മൈനസ് ദ സോംബി ഫാക്ടർ. പിന്നെ ഡേയ്സ് ഗോൺ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ആ ഗെയിമിന് എവിടെയൊക്കെയോ എനിക്ക് ചില ഷോട്ടുകളൊക്കെ കാണുമ്പോൾ ഇത് അതിലുള്ള പോലെ, ഇത് അങ്ങനെയല്ലേ. ഡേയ്സ് ഗോൺ എനിക്ക് ഭയങ്കരമായിട്ട് അടിച്ചു. അതുപോലെ ലാസ്റ്റ് ഓഫ് അസ് ഒക്കെ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ എവിടെയൊക്കെയോ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അങ്ങനെ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഡേയ്സ് ഗോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഏതാണ് ഡേയ്സ് ഗോണിൻ്റെ എവിടെയൊക്കെ ഡേയ്സ് ഗോൺ ഗെയിമിലുള്ള പോലത്തെ ഒരു സംഭവമാണ്. ലാസ്റ്റ് ഓഫ് അസ് നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുള്ളത്. എന്തായാലും എനിവേസ് അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നും. പിന്നെ ഇത് ഒരു കാത്രീൻ ബിഗ്ലോ എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്, നമ്മുടെ ജെയിംസ് കാമറോണിൻ്റെ എക്സ് വൈഫാണ്. അപ്പോൾ കാത്രീൻ ബിഗ്ലോയുടെ 2 പടങ്ങളുണ്ട്, സീറോ ഡാർക്ക് 30, അതുപോലെ തന്നെ ദ ഹേർട്ട് ലോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മുടെ അക്കാഡമി അവാർഡൊക്കെ വിൻ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെയാണ്, കൺസിഡർ ആയിട്ടുള്ള സിനിമയാണ്. ആ സിനിമയെ പോലെയല്ല, അതിലും കുറച്ചും കൂടി എൻ്റർടൈനിങ് ഫാക്ടറുണ്ട്. അത് കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ ഫാക്ടർ അതിനകത്തുണ്ട്. എന്നാൽ എവിടെയൊക്കെയോ നമുക്ക് കുറേ കാര്യങ്ങൾ വൈബ് ഫീൽ ചെയ്യും. ഇതിനകത്ത് ഒരു വാർ സീക്വൻസ് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു അത് എന്താണെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. വൈറ്റ് ഹൗസിലേക്ക് പോകുന്ന ഒരു സംഭവം, അവിടെയുള്ള ഒരു ഫൈറ്റ് എന്നല്ല, വാറും കാര്യങ്ങളും ഒക്കെ അത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ്. അത് സാധാ ഒരു തിയേറ്ററിൽ കണ്ടാൽ എനിക്ക് തോന്നുന്നുള്ള ഈ സിനിമ അത്രയൊക്കെ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളത്. ഇത് PXL പോലെയുള്ള സിനിമ ഒരു തിയേറ്ററിലോ അല്ലെങ്കിൽ ഐമാക്സിൽ കണ്ടാലേ ഇതിൻ്റെ ആ ഒരു പൂർണ്ണമായ ഒരു സംഭവം ആസ്വദിക്കാൻ പറ്റുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ A24ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും മിസ് ചെയ്തൊരു സംഭവമുണ്ട്. ഈ PXL നേരത്തെ വന്നിരുന്നെങ്കിൽ എനിക്ക് ആ ടോക്ക് ടു മീ എന്നുള്ള സിനിമ ഹെറിഡിറ്ററിയൊക്കെ എനിക്ക് PXL കാണാൻ പറ്റുമായിരുന്നു. അത് ഗംഭീരമായ ഒരു അനുഭവമായി മാറിയേനെ. റൂം എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ക്യാപ്റ്റൻ മാർവലായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൽസൺ ബ്രീ അല്ലേ പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നു. എനിവേസ് പുള്ളിക്കാരിക്ക് ബെസ്റ്റ് നടി ഓസ്കാർ വരെ കിട്ടിയതാണ്. കിടിലം പടമായിരുന്നു. ആ സിനിമയൊക്കെ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നേനെ. A24ന് കുറേ സിനിമകളുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ PXL എന്ന് പറഞ്ഞ സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നതിന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ മനസ്സിൽ ഇങ്ങനെ പിന്നൊരു ഗെയിം ഓർമ്മ വന്നു, കോൾ ഓഫ് ഡ്യൂട്ടി, മെഡൽ ഓഫ് ഓണർ, ബാറ്റിൽ ഫീൽഡ്, അതൊക്കെ എവിടെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഫീലായി. എന്തായാലും എനിക്ക് ഇത് വർക്കായ ഒരു സിനിമയാണ്. പക്ഷേ എല്ലാവർക്കും വർക്ക് ആവണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ഡെഫിനറ്റ്ലി വർക്കായി. ഇത് തിയേറ്ററിൽ പോയി കണ്ടതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ PXL കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത്
എന്താ പറയുക, ഇത് പൂർണ്ണമായ അതിൻ്റേതായ രീതിയിൽ ഡയറക്ടർ മീൻ ചെയ്ത രീതിയിൽ കുറേയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഐമാക്സിൽ കണ്ടാൽ അത്ര അടിപൊളിയായിരിക്കും. എന്തായാലും ഫോർ ദ ടിക്കറ്റ് പ്രൈസ് ഓഫ് 200 PXL ഈ സിനിമ സിവിൽ വാർ എനിക്ക് എൻജോയബിൾ ആയിരുന്നു. എനിക്ക് അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതൊരു വേറെ ലെവൽ സിനിമ അങ്ങനെയൊന്നും ഞാൻ പറയില്ല, പക്ഷെ എന്നാലും ഇത് രസമായിരുന്നു. ആസ് എ ഫിലിം ലവർ എനിക്ക് ഈ സിനിമ വർക്കായി, അത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. എന്നാൽ ഇതൊരു മസാല എൻ്റർടൈൻമെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് പടമായിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതൊരു സ്ലോ ബേണറാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സിനിമയുടെ ഒരു സാധനം മാത്രം എനിക്ക് അരോചകമായിട്ട് തോന്നി. അത് ഓൾറെഡി വന്ന DCPയിൽ ഇൻക്ലൂഡഡ് ആയി വന്നാണെന്ന് തോന്നുന്നത്. സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള രീതിയിലും ആ ഒരു ലിക്വർ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ, ആ ഒരു വാർണിങ് ഭയങ്കര ചക്ക പോലെ കാണിച്ചായിരുന്നു. അതെനിക്ക് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്ത്, സിനിമയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്ത്. അത് വിഷ്വലിൻ്റെ ഇടയിൽ ഇത് ഭയങ്കര സൈസിൽ കാണിച്ചു. അത്ര സൈസിലൊക്കെ കാണിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത്. സംഭവം ഞാൻ അവർ പറയുന്ന കാര്യത്തോട് യോജിക്കുന്നു. ലിക്വർ ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അത് ഒരു ഡൗട്ടും വേണ്ട. പക്ഷേ അത് കാണിക്കുമ്പോൾ ഭയങ്കര ചക്ക പോലെ കാണിച്ചു. സ്ക്രീനിൻ്റെ ഏകദേശം 3/4 ഭാഗം വലുപ്പത്തിലാണ് കാണിച്ചത്. അത് ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഉറപ്പാണ് രണ്ടറ്റത്തുള്ള അഭിപ്രായം ഉണ്ടാവും. തീരെ ഇഷ്ടപ്പെടാത്തവരും വളരെ ഇഷ്ടപ്പെട്ടവരും എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാവും ഈ സിനിമയ്ക്ക്. കാരണം ഈ സിനിമയുടെ ഒരു മൂഡ് അങ്ങനെയാണ്. അതാണ് ഇത് കൊള്ളാം, നല്ല പടം, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഇടുക, കാണാത്ത അഭിപ്രായം ഇടല്ലേ. അഭിപ്രായം നമ്മൾ പറയണമെങ്കിൽ മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കണമെന്നുള്ളതാണല്ലോ. എന്തായാലും താങ്ക് യു PXL കാരണമാണ് ഈ സിനിമ കുറച്ചും കൂടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അതിൻ്റെ കളേഴ്സൊക്കെ ഉണ്ട് അടിപൊളി. അതായത് ഞാനൊരു PXL പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അതിൻ്റെ പ്രൊജക്ഷനും കാര്യങ്ങളും മറ്റേ മറിച്ച്. അതിനകത്ത് ഞാൻ കുറച്ച് വിഷ്വൽസ് ഇൻക്ലൂഡ് ചെയ്യാം, സംഭവങ്ങളൊക്കെ. കളേഴ്സ് എൻ്റെ അമ്മ, അത് എത്ര പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. കളേഴ്സ് എനിക്കൊരു കാര്യം ഉറപ്പാണ്, മാഡ് മാക്സ് സാഗയിൽ വരുന്ന ഫ്യൂറിയോസ് അവിടെ കണ്ടാൽ പൊളിക്കും. ഐമാക്സിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പാണ് ഞാൻ PXL കാണും. ഫോർമോൾ PXL കൊച്ചിയിൽ ഞാൻ കാണും. കാരണം ഐമാക്സിൽ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവിടെ കണ്ടാൽ നമുക്ക് ഒരു റിഗ്രറ്റ് തോന്നില്ല. കാരണം കളേഴ്സ് ആൻഡ് സൗണ്ട് അതും എടുത്ത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഈ സിനിമയിൽ കുറേ എക്സ്പ്ലോഷൻ സീക്വൻസ്, ഗൺ ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ സൗണ്ട് ഡിസൈൻ കിഡിലാണ്. അത് അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഐമാക്സിൽ എങ്ങനെ ആയിരിക്കും അവിടെ അപ്പാന്ന്. കാരണം ഇത് തന്നെ കിഡിലായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനൊരു താങ്ക് യു അഖിലിനോട് പറയണതാണ്. അഖിലും ലാബിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവരെല്ലാവർക്കും ഞാൻ താങ്ക് യു പറയണതാണ്. അതുപോലെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത എല്ലാവരോടും ഞാനൊരു ക്ഷമയും ചോദിക്കണം. കാരണം ഞാൻ ആദ്യം കാണില്ല എന്ന് പറഞ്ഞത്, പക്ഷേ കണ്ടത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ നാളെ വേറെ വീഡിയോ ഇട്ടണം. ബൈ. പിന്നെ ഇന്ന് ഞാൻ ആക്ച്വലി ഈ സിനിമ കാണുന്നതിന് പകരം ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഷോ നടന്നോന്ന് എനിക്കറിയില്ല. ലവ് സെക്സ് ഓർ ധോക്ക 2 എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഞാൻ ദിബാകർ ബാനർജിയുടെ ഒരു വലിയൊരു ഫാനാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടം ലവ് സെക്സ് ഓർ ധോക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഐ മീൻ ഈ ഒരു സംഭവത്തിലുള്ള ഫസ്റ്റ് പടം. പുള്ളിയുടെ ആദ്യത്തെ പടം എനിക്ക് തോന്നുന്നത് ഗോസ്ല അല്ലെങ്കിൽ അതേതോ ആണെന്ന് തോന്നുന്നത്, ഞാൻ മറന്നു ഏത് പടമെന്നുള്ള. പുള്ളി ഒരുപാട് ഗംഭീരമായ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. വ്യോംകേഷ് ബക്ഷി ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ ചെയ്ത മനുഷ്യനാണ്. ലവ് സ്റ്റോറീസ്, ഗോസ്റ്റ് സ്റ്റോറീസ്, പിന്നെ ലക്കിയോയൊക്കെ എടുത്തിട്ടുള്ള അടിപൊളി ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ സിനിമ ഇത് വേറെ കോൺസെപ്റ്റിൽ വരുന്ന ഒരു സിനിമയാണത്. ലവ് സെക്സ് ഒക്കെ ഒരു ഫൗണ്ട് ഫുട്ടേജ് അല്ലെങ്കിൽ ഒരു CCTV ക്യാമറ ലെവലിൽ വരുന്നതാണ്. അതിൻ്റെ ഒരു ഷോയും കൂടി ഉണ്ട് ഇന്ന്. അത് കാണാൻ പറ്റുമോ എന്ന് നോക്കണം. അതല്ലാതെ വേറെ ഒരു തിയേറ്ററോടെ കൊച്ചിയിലില്ല സിനിമ കളിക്കുന്ന. എന്തായാലും ഒന്ന് പോയി കാണണമെന്നുണ്ട്, നോക്കട്ടെ. അധികം പേര് ടിക്കറ്റ് ബുക്ക് ചെയ്താലേ ആ ഷോ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ആ പടം കാണുകയാണെങ്കിൽ ഞാൻ അഭിപ്രായമായിട്ടേക്കാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളെ വേറെ വേണ്ടിയിട്ടാണ്. ബൈ.